ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സൗണ്ട് വേവ് എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പോസ് ചെയ്ത് വ്യക്തമായിട്ട് വായിക്കുക. അതിനുശേഷം ഈ ക്ലാസ് കേൾക്കുക. ഓക്കെ. ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ അതിന്റെ പ്രതിധ്വനി 2 സെക്കൻഡുകൾക്ക് ശേഷം കേൾക്കുന്നു. ശബ്ദവേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ പ്രതിപ്രതന തലത്തിലേക്കുള്ള ദൂരം കണ്ടെത്തുക. ഒന്നുമില്ല, ഒരു പടക്കം ഇവിടുന്ന് പൊട്ടിച്ചു, ബേസ്റ്റ് ചെയ്തു, ആ ഒരു സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് എക്കോ കേട്ടു. സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഡി എന്ന് കൺസിഡർ ചെയ്യാം. അത് റിട്ടേൺ ചെയ്ത ഡിസ്റ്റൻസും ഡി ആണ്. അപ്പം സൗണ്ടിന്റെ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഈക്വൽ ടു 2d/t ആണ്. എക്കോ കേൾക്കാൻ എടുത്ത സമയം t ആണെങ്കിൽ, ഈ സൗണ്ട് സോഴ്സ് ഒരു പടക്കം ഇവിടെ പൊട്ടിച്ചിട്ട് എക്കോ കേൾക്കാൻ എടുത്ത സമയം 2 ആണെങ്കിൽ, t ആണെങ്കിൽ 2d ട്രാവൽ ചെയ്യാനാണ് t സെക്കൻഡ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ 2d/t ആണ് സ്പീഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്കോ കേൾക്കാൻ എടുത്ത സമയം 2 സെക്കൻഡ് ആണ്. എക്കോ കേൾക്കാൻ എടുത്ത ടൈം 2 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 340 ഈസ് ഈക്വൽ ടു 2d/2. 2 എന്നത് എക്കോ ടൈം 2 സെക്കൻഡ്, 2d/2 എന്ന് എഴുതാം. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു 340 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു 340 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഡിസ്റ്റൻസ് 340 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പം പ്രതിപതന തലത്തിലേക്കുള്ള ദൂരം 340 മീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഈ പ്രതിപതന തലത്തിലേക്കുള്ള ദൂരം 340 മീറ്റർ ആണെന്ന് കിട്ടി. ശബ്ദം ആകെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് d+d 2d ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2d ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ 2 × 340. സോ 650 മീറ്റർ ദൂരം ശബ്ദം ട്രാവൽ ചെയ്തു. ഇവിടെ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു 650 മീറ്റർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു 340 മീറ്റർ. സോ ഇവിടെ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? അപ്പൊ ഈ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് എത്ര ദൂരം ഉണ്ടായിരിക്കണം പ്രതിധ്വനി കേൾക്കണമെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, പ്രതിധ്വനി കേൾക്കണമെങ്കിൽ, നമുക്ക് എക്കോ ഫീൽ ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു 0.1 സെക്കൻഡിന്റെ ഗ്യാപ്പ് എങ്കിലും വേണം. എക്കോ നമ്മൾ നമ്മളെ സൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പടക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് തട്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 0.1 സെക്കൻഡിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കോ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പം t എന്നത് 0.1 സെക്കൻഡ് ആണെങ്കിൽ നമുക്കറിയാം സ്പീഡ് ഇൻറ്റു t ആണ് ഈ 2d ഡിസ്റ്റൻസ്. സോ 340 ഇൻറ്റു 0.1 ഈസ് ഈക്വൽ ടു 2d. സോ ഇതിൽ നമുക്ക് കിട്ടും d ഈസ് ഈക്വൽ ടു 340 into 0.1 divided by 2 ആണ്. So it is equal to 17 meter. 17 മീറ്റർ എങ്കിലും മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 17 മീറ്റർ എങ്കിലും മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കോ കേൾക്കാൻ കഴിയൂ. കാരണം the time gap എന്നത് 0.1 സെക്കൻഡ് ആണ്. അപ്പൊ 17 മീറ്റർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കേൾക്കാൻ പറ്റുള്ളൂ? നമുക്ക് പ്രതിധ്വനി അഥവാ എക്കോ കേൾക്കാൻ കഴിയുള്ളൂ. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 340 മീറ്റർ എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 680 മീറ്റർ എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 17 മീറ്റർ എന്നാണ്. ഇതാണ് 3 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 340, സെക്കൻഡ് ക്വസ്റ്റ്യൻ 680 ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 17 മീറ്റർ. സോ ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മളിപ്പോൾ സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ടിൽ എഴുതുക. അതിനുശേഷം ഞാൻ ഇതെങ്ങനെ സോൾവ് ചെയ്തതെന്ന് മനസ്സിലാക്കുക.
ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.